നിങ്ങളൊരു OET കാൻഡിഡേറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ OETയുടെ ലിസണിംഗ് പ്രാക്ടീസസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു സ്ട്രഗിൾ ആയിരിക്കും ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ആക്സൻസ് ഇൻ ഇംഗ്ലീഷ് അല്ലേ? Sometimes pronunciation of certain words may throw you off even if you know the words. അതൊരു റിയൽ സ്ട്രഗിൾ ആണല്ലേ? ബട്ട് നോ ഇഷ്യൂസ്, നമുക്കത് നമ്മുടെ പ്രാക്ടീസ് വഴിയൊക്കെ മേക്കപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോണ ടോക്ക് അബൌട്ട് കോമൺ ആക്സൻസ് ഇൻ OET listening along with its familiarization and practice tips. My name is Jesslyn Jose. I am one of the faculties at Xylem Languages. So without much delay, let's get into the video. First, let's learn why accents matter in OET listening. ആദ്യം തന്നെ റിയൽ വേൾഡ് ഹെൽത്ത് കെയർ, അതായത് ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു നേഴ്സായിട്ട് അല്ലെങ്കിൽ മറ്റേതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ യു വിൽ എൻകൗണ്ടർ പേഷ്യൻസ് ആൻഡ് കൊളീഗ്സ് ഫ്രം ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ആ ഒരു ഡൈവേഴ്സിറ്റീനെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ഓൾ ദോസ് ആക്സൻസ് ഇംഗ്ലീഷിൽ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏത് കൺട്രി ആണോ അവിടുത്തെ ആക്സെൻ്റായിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു ഫെമിലിയാരിറ്റി ഉണ്ടെങ്കിലേ ഈ ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആകുള്ളൂ. And the next one is OET reflects reality. So the OET listening test mirrors this diversity by featuring a range of English accents. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഡൈവേഴ്സിറ്റി നമ്മുടെ ലിസണിങ് ടെസ്റ്റിലും ഉണ്ട്. നമ്മൾ പല ലിസണിങ് ടെസ്റ്റ് പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഓരോ പാർട്ടിലും നമ്മൾ ചിലപ്പോൾ കേൾക്കുക ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്സൻസ് ആയിരിക്കും. ചിലപ്പോൾ ഒരിടത്ത് നിങ്ങൾ ഒരു UK ആക്സെൻറ്റ് കേട്ടെങ്കിൽ നിങ്ങൾ തൊട്ടപ്പുറം നിങ്ങൾക്ക് ഒരു കനേഡിയൻ ആക്സെൻറ്റുള്ള ഒരു ഓഡിയോ എക്സ്ട്രാക്റ്റ് ആയിരിക്കും കേൾക്കുക. സോ ഈ ഒരു ഡൈവേഴ്സിറ്റി ഇവിടെയും മിറർ ചെയ്യുന്നുണ്ട് ടു ചെക്ക് ഹൗ വെൽ യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഡിഫറൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി സ്പോക്കൺ എക്സ്ട്രാക്റ്റ്. Okay, next one is it aids comprehension. So this familiarity with all these English accents helps your brain to process spoken English faster regardless of the speaker's origin. അപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെ നിങ്ങളൊരു പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ആക്സെൻസിലുള്ള നിങ്ങളുടെ ഫെമിലിയാരിറ്റി വിൽ ഹെൽപ്പ് യു ടു think faster and give whatever the patient need or your colleagues need regardless of that speaker's origin. അത് കുറച്ച് ഫെമിലിയർ ആയിക്കഴിഞ്ഞ് നമുക്ക് വരുന്നൊരു കാര്യമാണ്. ആൻഡ് ഫൈനലി ഇറ്റ് അവോയ്ഡ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ക്രൂഷ്യൽ information like symptoms, dosages of patient's instruction from being misheard due to unfamiliar pronunciation. ചില വാക്കുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേർഡ്സ് അറിയാമായിരിക്കാം, പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി കൊണ്ട് ആ വാക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനൊരു വഴി ഉണ്ടാക്കുന്നുണ്ട്. സോ ആക്സൻസ് ഫെമിലിയർ ആക്കി വെച്ചാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. സോ ദീസ് ആർ ദ പോയിൻറ്റ്സ് വേർ ആക്സൻസ് പ്ലേസ് എ മേജർ റോൾ ഇൻ OET ലിസണിങ്. ഇനി നമുക്ക് OETയിൽ മെയിനായിട്ട് ഫീച്ചർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആക്സൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. So in OET the accents are predominantly from mainly 3 countries-ൻ്റെ accents ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ഓസ്ട്രേലിയ, the UK and the US. പക്ഷേ താഴെ കാണുന്ന അല്ലെങ്കിൽ ഫോളോയിങ് ആക്സൻസും ചില ഓഡിയോസിൽ ചില ഓഡിയോ എക്സ്ട്രാക്റ്റിൽ ഫീച്ചർ ചെയ്യാറുണ്ട്, ലൈക്ക് കാനഡ, അയർലൻഡ് ആൻഡ് ന്യൂസിലൻഡ്. അപ്പോൾ ഈ 6 ആക്സൻസ് ആണ് നിങ്ങളൊന്ന് ഫെമിലിയർ ആക്കി വെക്കേണ്ടത് വെൻ യു ബിഗിൻ പ്രാക്ടീസ് ഫോർ യുവർ OET ടെസ്റ്റ്. മറക്കണ്ട, ഓസ്ട്രേലിയ ആൻഡ് the UK and the US accent followed by Canadian accent, Ireland accent and as well as ന്യൂസിലൻഡ് ആക്സെൻറ്റ്. ഇനി ഈ പറഞ്ഞ എല്ലാ ആക്സൻസും നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. So these are the quick familiarization strategies that we can follow. ഫസ്റ്റ് ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ലൈക്ക് നമുക്ക് OETയുടെ വെബ്സൈറ്റിൽ നിന്ന് സാമ്പിൾ ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പം ആദ്യം തന്നെ ആ സാമ്പിൾ ടെസ്റ്റുകളിൽ നിന്ന് തുടങ്ങി ഓഡിയോസൊക്കെ ഫെമിലറൈസ് ചെയ്ത് ആൻസേഴ്സ് വരുന്ന രീതികൾ, ദ വേ ദേ പ്രൊനൗൺസ് വേർഡ്സ് ഇൻ ദോസ് ഓഡിയോസ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി ഇതിനപ്പുറം ലൈക്ക് ബിയോണ്ട് ദിസ് OET പ്രാക്ടീസ് ടെസ്റ്റ് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ യു ക്യാൻ സീക്ക് ഔട്ട് ഫോർ എനി ഒതൻറ്റിക് ഇംഗ്ലീഷ് ഓഡിയോ യു എൻജോയ്. അതിപ്പോൾ എന്തുവാകാം, നിങ്ങൾക്ക് ഒരു ന്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് കേൾക്കാം, അതുപോലെ തന്നെ പോഡ്കാസ്റ്റ്, ഡോക്യുമെൻ്ററീസ്, ഈവൻ മൂവീസ് നമുക്ക് ആക്സൻസ് കുറച്ചുകൂടെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെമിലറൈസ് ആക്കി വെക്കാവുന്നതാണ്. മൂവീസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് സീരീസും മൂവീസും ഒക്കെ കാണുന്നതാണ് അല്ലേ. അപ്പോൾ അയർലൻഡ് ആക്സെൻറ്റിലും UK ആക്സെൻറ്റിലും ഒക്കെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് മൂവീസ് കണ്ട് ഫെമിലറൈസ് ആക്കി വെക്കാം. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈക്ക് OET ടെസ്റ്റുകൾക്ക് അപ്പുറം ഇതുപോലൊരു സ്ട്രാറ്റജി നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ what will happen is the more diverse you listen, the better you will get, or the better you will score better day by day. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ന്യൂസ്, പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻ്ററീസ്, മൂവീസൊക്കെ കാണാമെന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസ് ആണെങ്കിൽ UK ആക്സെൻറ്റ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ ട്രൈ ലിസണിങ് ടു BBC ന്യൂസ്, അതുപോലെ തന്നെ ABC ന്യൂസ് ഓസ്ട്രേലിയ ഉണ്ട്, NPR ഫോർ ദെയർ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ക്ലിയർ ആൻഡ് സ്റ്റാൻഡേർഡ് ആക്സെൻറ്റ്സ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പോഡ്കാസ്റ്റുകളുണ്ട്, സോ ലൈക്ക് ദ ഹെൽത്ത് റിപ്പോർട്ട് ഓസ്ട്രേലിയയുടെ, അതുപോലെ തന്നെ ഹെൽത്ത് ചെക്ക് ബൈ BBC UK. ആൻഡ് കനേഡിയൻ ആക്സെൻറ്റ്സ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ യു ക്യാൻ ഗെറ്റ് ആക്സസ് ടു ദിസ് ഹെൽത്ത് പോഡ്കാസ്റ്റ് ലൈക്ക് ദ ഡോസ്. അതുപോലെ തന്നെ ദ പീറ്റർ അറ്റിയ ഡ്രൈവ് US-ൻ്റെ ഒരു പോഡ്കാസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡ്രാമാസ് അല്ലെങ്കിൽ മൂവീസ്, സീരീസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആക്സെൻറ്റ്സ് മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് ലൈക്ക് UK-യുടെ 24 hours A&E എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗുഡ് ഡോക്ടർ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സീരീസ്, മെഡിക്കൽ സീരീസ് എൻ്റെ ഫേവറേറ്റ് സീരീസാണ്. US സെറ്റിങ്ങിലുള്ളതാണ്. സോ അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ US ആക്സെൻറ്റ് കുറച്ചുകൂടെ ഫെമിലിയർ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊന്നാണ് മെഡിക്കൽ ഡോക്യുമെൻ്ററീസ് കാണുന്നത്. ലൈക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോംസിലൊക്കെ കയറി മെഡിക്കൽ ഡോക്യുമെൻ്ററീസ് കാണുന്നത് വളരെ നല്ലതായിരിക്കും. സോ try to keep up with all these kind of videos along with practicing your OET practice test for listening. ഇനി നിങ്ങളുടെ ജനറൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യങ്ങൾ ലൈക്ക് ഒരു ട്രാവൽ ഷോയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻ്ററി, ഫോർ എക്സാമ്പിൾ you can see listening to a travel show about New Zealand or an interview with an Irish musician or അല്ലെങ്കിൽ ഒരു ഫേമസ് സെലിബ്രിറ്റി, ഒരു ആക്ടർ, ഇവരൊക്കെ ഇൻ്റർവ്യൂസ് കാണും. നിങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഹെൽത്ത് കെയർ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് നല്ലതാണ്, ചിലപ്പോൾ അത് കുറച്ച് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ what you can do, you can switch to listening to this kind of travel videos or interviews of certain some kind of famous peoples. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഇതിൻ്റെ എല്ലാം ബെനഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് ഓഡിയോസിനോടൊക്കെ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ യുവർ ബ്രെയിൻസ് എബിലിറ്റി ടു പ്രോസസ് ഡിഫറെൻറ്റ് സൗണ്ട് പാറ്റേൺസ് എന്താകും, കുറച്ച് നല്ല പോലെ ഇമ്പ്രൂവ് ആകും. ദയബൈ യു ക്യാൻ see much better scores for your OET listening. So that's all the familiarization strategies that you can adopt when you practice OET listening. ഇനി ഈ പ്രാക്ടീസ് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഒരു കീ പാർട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ആക്റ്റീവ് ലിസണിങ്. സോ വെൻ യു ഡു യുവർ പ്രാക്ടീസ് പ്ലീസ് ജസ്റ്റ് ഡോണ്ട് ലിസൺ പാസീവ്ലി. ആക്റ്റീവ് ലിസണിങ് ഇസ് എ കീ. ഈ ആക്റ്റീവ് ലിസണിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ സ്ട്രാറ്റജീസിനൊപ്പം കൂടെ ചേർക്കാവുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. പ്രാക്ടീസ് പ്രത്യേകിച്ച് നമ്മുടെ OET സാമ്പിൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ട്രാൻസ്ക്രിപ്റ്റ്സ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലും നമുക്കിതുപോലെ ട്രാൻസ്ക്രിപ്റ്റ്സ് അവൈലബിൾ ആണ്. വൺസ് നിങ്ങളത് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും മേക്ക് യൂസ് ഓഫ് ദിസ് ട്രാൻസ്ക്രിപ്റ്റ്സ് ആസ് വെൽ. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിസൺ ടു എൻ OET സാമ്പിൾ അല്ലെങ്കിൽ മറ്റെന്ത് ഒരു ഒതൻറ്റിക് ഓഡിയോ ആണെങ്കിലും അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്സും കൂടെ വായിച്ച് അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞിട്ട് ട്രാൻസ്ക്രിപ്റ്റ്സ് കൂടെ വായിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വേർഡ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേർഡ്സ് ഓഫ് ഫ്രേസസ് ഹൈലൈറ്റ് ചെയ്യാം. മേ ബി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൊനൗൺസ് ചെയ്യപ്പെടാഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്ത തവണ നിങ്ങളൊരു ഓഡിയോ കേൾക്കുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് മച്ച് ഫെമിലിയർ വിത്ത് ദോസ് കൈൻഡ് ഓഫ് വേർഡ്സ്. അപ്പോൾ ഇതിനൊരു ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ this helps your brain connect with the written word to the spoken sound in that specific accent and building a mental image. അപ്പോൾ അത് കൂടുതലായത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, മനസ്സിലായി കാണുമല്ലോ. സോ ആക്റ്റീവ് ലിസണിങ് ഒട്ടും വിടാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും മിസ്സാക്കരുത്. നല്ല ഫോക്കസ് കൊടുത്ത് തന്നെ ലിസൺ ചെയ്യുക. എവറി ഓഡിയോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന മൂവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററീസ്, വാട്ട് എവർ ഇറ്റ് ഇസ്, ആക്റ്റീവ് ലിസണിങ് ഇസ് എ മസ്റ്റ് തിങ്. ഓക്കെ, അടുത്തൊരു കാര്യമാണ് ലിസൺ ഫോർ ദ ജിസ്റ്റ് ആൻഡ് ദെൻ ലിസൺ ഫോർ ഡീറ്റെയിൽ. അതെന്താണ്? നമ്മളൊരു ഓഡിയോ കേൾക്കുമ്പോൾ നമുക്കറിയാം ആക്സെൻ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, പക്ഷേ ആക്സെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓഡിയോ എക്സ്ട്രാക്റ്റ് കേട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ട് അതിന് ഉത്തരം നമ്മളെടുത്ത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു നോട്ട് കംപ്ലീഷൻ ആണെങ്കിൽ അതിനുള്ള ഉത്തരം എഴുതുകയാണ് ബൈ ലിസണിങ് ടു ദറ്റ് ഓഡിയോ. അപ്പോൾ അവിടെ ആക്സെൻ്റ് ഓക്കെ, അത് നമ്മൾ ഫെമിലിയർ ആക്കി ഒരു സൈഡിൽ വെക്കുക എന്നുള്ളതാണ്.
the first and foremost thing that you need to do is listen to an audio for the overall meaning without worrying about specific accents. അപ്പോൾ അത് മറക്കാണ്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ആൻസറൊക്കെ കിട്ടിയാൽ നിങ്ങളുടെ സ്കോഴ്സൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തെറ്റുകളൊക്കെ തിരുത്തി വരുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ദെൻ റീലിസൺ ടു ദ ഓഡിയോ ഫോക്കസിങ് ഓൺ സ്പെസിഫിക് ഡീറ്റെയിൽസ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലിസ്ണിങ്ങിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആൻസർ കീയിൽ വന്ന അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് അതിൽ ചേഞ്ചസ് വന്നത്, അതിൻ്റെ പ്രൊനൗൺസിയേഷനിൽ എങ്ങനെയാണ് ചേഞ്ചസ് വന്നത്, പ്രത്യേകിച്ച് നെയിംസ്, നമ്പേഴ്സ്, മെഡിക്കൽ ടേംസ് ആൻഡ് അതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്, ഈവൻ ഇഫ് ദ ആക്സെൻറ്റ് ഇസ് അൺഫെമിലിയർ. അപ്പോൾ കുറേ നാൾ നമ്മൾ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി യുവർ ബ്രെയിൻ വിൽ അഡാപ്റ്റ് ടു ദോസ്. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളതാണ് ഡോണ്ട് ഓവർ തിങ്ക്. അതായത് ആക്സൻസിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ വെറി ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇന്നതൊക്കെയാണ്. UK ആക്സെൻറ്റ് ഇങ്ങനെയാണെങ്കിൽ US ആക്സെൻറ്റിൽ ഇന്നതൊക്കെയാണ് വരുന്നത്, ഈ രീതിയിലായിരിക്കാം വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യാസമാണ് ഓസ്ട്രേലിയൻ ആൻഡ് കനേഡിയൻ ആക്സെൻറ്റ്. ഓക്കെ, ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതിൽ കൂടുതൽ ഓവർ തിങ്ക് ചെയ്താൽ നമ്മളുടെ കംപ്ലീറ്റ് ഫോക്കസ് ആക്സെൻറ്റിൽ പോകും, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. OET ഒരു ആക്സെൻറ്റ് ടെസ്റ്റ് അല്ല, ഇറ്റ്സ് അബൌട്ട് കോംപ്രിഹെൻഷൻ. നമ്മളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ഫോക്കസ് ഓൺ ദി കീവേഡ്സ്, മെഡിക്കൽ ടേംസ് ആൻഡ് ദ ഓവറോൾ മെസ്സേജ് വെൻ യു ലിസൺ ടു ദി ഓഡിയോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ആണ് നമ്മളുടെ കീ. അതിപ്പോൾ നിങ്ങൾ ഒരു ലിസണിങ് ടെസ്റ്റിൽ തന്നെ അൺഫെമിലിയർ ആയിട്ടുള്ള കുറേ വേർഡ്സിൽ നിങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ടാകാം. പക്ഷേ അത് എല്ലായ്പ്പോഴും ആ വേർഡ്സിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാവണം എന്നുള്ളൊരു എപ്പോഴും അത് ചിലപ്പോൾ പോസിബിൾ ആകണം എന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഈവൻ അൺഫെമിലിയർ വേർഡ്സ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ ദ സറൗണ്ടിങ് കോണ്ടെക്സ്റ്റ്. എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ഏത് സിറ്റുവേഷനിൽ നിന്നിട്ടാണ് ആ സ്പീക്കർ സംസാരിക്കുന്നത് എന്നുള്ളത് ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. സോ ട്രസ്റ്റ് യുവർ ഇയേഴ്സ് ആൻഡ് follow the information. Okay, so that's all about common accents in OET. നമ്മളിപ്പോൾ ഒന്ന് സമപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 6 ആക്സെൻറ്റ്സ് പരിചയപ്പെട്ടു. UK ആക്സെൻറ്റ്, US ആക്സെൻറ്റ് ആൻഡ് ഓസ്ട്രേലിയൻ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ലിസണിങ് ഓഡിയോയിൽ ഫെമിലിയർ ആയിട്ട് വരുന്ന മറ്റ് ആക്സെൻറ്റ്സ് ആണ് കനേഡിയൻ, അയർലൻഡ് ആൻഡ് ന്യൂസിലൻഡ്. അപ്പോൾ ഇതൊന്ന് ഫെമിലറൈസ് ചെയ്ത് വെക്കുക. സ്ട്രാറ്റജീസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആക്റ്റീവ് ലിസണിങ് ചെയ്യണം, പിന്നെ ട്രാൻസ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ കോണ്ടെക്സ്റ്റ്, നോട്ട് അബൌട്ട് അതിന് ആക്സെൻറ്റിനെ പറ്റി വെറി ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ദ കീ ഡിഫറൻസസ്. ഓക്കെ, സോ അത്രയാണ് സംസാരിക്കാനുള്ളത് അബൌട്ട് കോമൺ ആക്സെൻറ്റ്സ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് മറ്റൊരു OET ടിപ്പുമായിട്ട് അല്ലെങ്കിൽ ഒരു ലിസണിങ് ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കൂടാതെ തന്നെ നമ്മുടെ സൈലം ലാംഗ്വേജിൽ OET ക്ലാസ്സസ് നടക്കുന്നുണ്ട്. പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ബാച്ചിനെ പറ്റി അറിയാനും ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ അത് ആക്സസ് ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.